Next, indirect proofs. Direct proof എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോത്തസിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൺക്ലൂഷനിൽ വന്ന് എൻഡ് ചെയ്യും. അപ്പോൾ ഇൻഡയറക്റ്റ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ലാത്ത പ്രൂഫിനെ ആയിരിക്കും ഇൻഡയറക്റ്റ് പ്രൂഫ് എന്ന് വിളിക്കുന്നത്. അതായത് ഹൈപ്പോത്തസിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല, അതുപോലെ കൺക്ലൂഷനിലായിരിക്കില്ല വന്ന് എൻഡ് ചെയ്യുന്നത്. അത് തന്നെ പ്രൂഫ്സ് ദാറ്റ് ഡു നോട്ട് സ്റ്റാർട്ട് വിത്ത് ദി ഹൈപ്പോത്തസിസ് ആൻഡ് എൻഡ് വിത്ത് ദി കൺക്ലൂഷൻ. ആ യൂഷ്വൽ പ്രൊസീജിയറിൽ നിന്ന് മാറിയുള്ളതാണ് ഇൻഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ പ്രൂഫ് ബൈ കോൺട്രാപൊസിഷൻ. കോൺട്രാപൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്ന റൂൾ ഉണ്ടല്ലോ, അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇതിന് ഇക്വലൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ കോൺട്രാ പോസിറ്റീവ്. നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. അതായത് in order to prove P implies Q, we start from negation Q and end with negation P. അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ ബൈ കോൺട്രാ പോസിറ്റീവ് നമുക്ക് എന്ത് കിട്ടും, പി ഇംപ്ലൈസ് ക്യൂ എന്ന് കിട്ടും. An extremely useful type of indirect proof is proof by contraposition. P implies Q is equivalent to its contraposition negation Q implies negation P. That is, P implies Q can be proved by showing its contrapositive negation Q implies negation P is true. In a proof by contraposition of P implies Q, ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് we take negation Q as hypothesis and using axioms, definitions and previously proven theorems together with the rules of inference we show that negation P must follow. ക്ലിയർ ആണല്ലോ? പി ഇംപ്ലൈസ് ക്യൂ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ ഡയറക്റ്റ് പ്രൂഫിൽ പി ഹൈപ്പോത്തസിസ് എടുത്ത് ക്യൂ കൺക്ലൂഡ് ചെയ്തു. പക്ഷേ ഇവിടെ ബൈ കോൺട്രാപോസിഷനിൽ നമ്മൾ നെഗേഷൻ ക്യൂ എടുത്തിട്ട് നെഗേഷൻ പി പ്രൂവ് ചെയ്യും. ബൈ കോൺട്രാപോസിറ്റീവ് നമുക്ക് എന്ത് പറയാം, പി ഇംപ്ലൈസ് ക്യൂ ട്രൂ ആണ് എന്ന് പറയാം. ഇതാണ് നമ്മൾ പ്രൂഫ് ബൈ കോൺട്രാപോസിഷനിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചില പ്രൂഫുകൾ ഡയറക്റ്റ് പ്രൂഫ് പറ്റില്ല, അപ്പോൾ നമ്മൾ ഇവിടെ ഇതുപോലത്തെ ഇൻഡയറക്റ്റ് പ്രൂഫുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. For example, prove that if n is an integer and 3n plus 2 is odd, then n is odd. 3n plus 2 odd ആണെങ്കിൽ n odd ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇതിൽ ഡയറക്റ്റ് പ്രൂഫ് എടുക്കുകയാണെങ്കിൽ n ഇൻറ്റിജർ ആണ്, 3n plus 2 എന്ന് പറയുന്നത് odd ആണ് എങ്കിൽ n odd ആണ് എന്ന് പ്രൂവ് ചെയ്യണം. 3n plus 2 ഇത് നമുക്ക് ഡയറക്റ്റ് പ്രൂഫ് പറ്റില്ല, കാരണം സപ്പോസ് 3n plus 2 ഓഡ് ആണ് എങ്കിൽ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താ, 3n plus 2നെ നമുക്ക് 2k plus 1 എന്ന് എഴുതാം. ദാറ്റ് ഇസ് 3n ഈക്വൽ ടു 2k minus 1. 3n എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആണെന്ന് പറയാം, പക്ഷേ ഇതിൽ നിന്ന് എന്നിനെ പറ്റി നമുക്ക് ഒന്നും ഡെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഡയറക്റ്റ് പ്രൂഫ് ആണെങ്കിൽ നമ്മൾ 3n plus 2 ഓഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ നമുക്ക് n ഓഡ് ആണ് എന്ന് കൺക്ലൂഷൻ കിട്ടണം. 3n ഓഡ് ആണെന്ന് കിട്ടി, അതിൽ നിന്ന് ഒരിക്കലും n ഓഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ കിട്ടില്ല. ഏത് ആക്സിയം എടുത്താലോ ഡെഫിനിഷൻ എടുത്താലോ എങ്ങനെ ചെയ്താലും നമുക്കിവിടെ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇൻഡയറക്റ്റ് പ്രൂഫിലേക്ക് പോവുക. അപ്പോൾ ഇൻഡയറക്റ്റ് പ്രൂഫ് എന്ന് പറയുമ്പോൾ ആദ്യമേ നെഗേഷൻ ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 3n plus 2 ഓഡ് ആണെങ്കിൽ n ഓടാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 3n plus 2 ഇതെന്ന് പറയുന്നത് പിയും ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ക്യൂവുമാണ്. ഓക്കെ, അപ്പം നെഗേഷൻ ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നെഗേഷൻ പിയിൽ കിട്ടണം. അതായത് n ഓഡ് അല്ല എങ്കിൽ 3n plus 2 ഓഡ് അല്ല എന്ന് കിട്ടണം. അപ്പോൾ സപ്പോസ് n ഓഡ് അല്ല എന്ന് വിചാരിക്കുക. n ഓഡ് അല്ല എങ്കിൽ പിന്നെ അത് എന്തായേ പറ്റൂ, ഈവൻ ആയേ പറ്റൂ. ഈവൻ ആണെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം, n ഈക്വൽ ടു 2k എന്ന് പറഞ്ഞ് എഴുതാം. n ഈക്വൽ ടു 2k എഴുതി കഴിഞ്ഞാൽ 3n plus 2 എന്താകും, എന്നിന് പകരം 2k ഇട്ട് കഴിഞ്ഞാൽ 3 ഇൻറ്റു 2k, എന്നിന് പകരം 2k എഴുതി പ്ലസ് 2 എന്ന് കിട്ടി. ദാറ്റ് 6k പ്ലസ് 2. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 3k പ്ലസ് 1 എന്ന് കിട്ടും. അതായത് 3n plus 2നെ 2ൻ്റെ ഒരു മൾട്ടിപ്പിളായിട്ട് എഴുതാൻ പറ്റി. k ഇൻറ്റിജർ ആണെങ്കിൽ 3k plus 1 ഇൻറ്റിജർ ആണ്, ഇതിനെ നമ്മൾ k1 എന്ന് വിളിക്കുകയാണെങ്കിൽ 3n plus 2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഒരു ഇൻറ്റിജർ ആയിട്ട് കിട്ടി. ദാറ്റ് മീൻസ് 3n plus 2 ഈവനാണ്. 3n plus 2 ഈവൻ എന്ന് പറഞ്ഞാൽ 3n plus 2 എന്ന് പറയുന്നത് ഓഡ് അല്ല. ദാറ്റ് ഈസ് നെഗേഷൻ പി. നെഗേഷൻ ക്യൂവിൽ നിന്ന് നമുക്ക് നെഗേഷൻ പി കിട്ടി. ദാറ്റ് ഈസ് n ഓഡ് അല്ല എങ്കിൽ 3n plus 2 നോട്ട് ഓഡ് ആണ്. ബൈ കോൺട്രാപൊസിഷൻ നമുക്ക് എന്ത് പറയാം, ഇതിൻ്റെ നെഗേഷൻ തിരിച്ചെടുക്കാമല്ലോ. 3n plus 2 ഓഡ് ആണ് എങ്കിൽ n ഓഡാണ്. അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് ഇവിടെ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പി ഇംപ്ലൈസ് ക്യൂ എന്ന് കിട്ടും. പി എന്ന് പറയുമ്പോൾ എന്താ, 3n plus 2 ഓഡ് ഇംപ്ലൈസ് n സോ. ഇതാണ് ഇൻഡയറക്റ്റ് പ്രൂഫിൻ്റെ ഒരു എക്സാമ്പിൾ. അടുത്തൊരു എക്സാമ്പിൾ, പ്രൂവ് ദാറ്റ് ഇഫ് n ഈക്വൽ ടു എ ബി വെയർ എ ആൻഡ് ബി ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് then a less than or equal to root n and b less than or equal to root n.
എയും ബിയും പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, n ഈക്വൽ ടു എ ബി ആണ് എങ്കിൽ നമുക്കിത് കിട്ടണം. ഇവിടെ ഡയറക്റ്റ് പ്രൂഫ് ഒട്ടും പോസിബിൾ അല്ല. അത് കാരണം നമുക്ക് എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് പ്രൂഫാണ്, കോൺട്രാപൊസിഷൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ എടുത്ത് നമുക്ക് ഇതിൻ്റെ നെഗേഷൻ പ്രൂവ് ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇത് പി n ഈക്വൽ ടു എ ബി പി, ഇത് ക്യൂ ആണ്. അപ്പോൾ നെഗേഷൻ ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എ ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് n ഓർ ബി ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് n. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇത് തെറ്റാണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് ഫോൾസ് ആണെന്ന് വിചാരിക്കുക. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n അല്ലെങ്കിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n. ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിൽ ഒന്നുപോലും സംഭവിക്കത്തില്ല അല്ലേ? ഓരോ എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി. അത് ഫോൾസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിൽ രണ്ടിൽ ഒന്നും സംഭവിക്കത്തില്ല. ദാറ്റ് മീൻസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n അല്ല, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് n അല്ല അല്ലേ? ദാറ്റ് മീൻസ് എ ഗ്രേറ്റർ ദാൻ റൂട്ട് n ആണ് ആൻഡ് ബി ഗ്രേറ്റർ ദാൻ റൂട്ട് n. ഇവിടെ ഓരോ മാറി ആൻഡ് വന്ന് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറയുന്നത് എന്താ, നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ എ ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് n ഓർ ബി ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് n ഫോൾസ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ലെസ് ദാൻ ഈക്വൽ ടു റൂട്ട് n എന്നുള്ളത് ഫോൾസാണ്. അപ്പോൾ രണ്ടിനും ആ പോസിബിലിറ്റി ഇല്ല. അപ്പോൾ രണ്ടും ഗ്രേറ്റർ ആയേ പറ്റൂ. ദാറ്റ് മീൻസ് എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ റൂട്ട് n, ബി ഗ്രേറ്റർ ദാൻ റൂട്ട് n. രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുത്തു. എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ റൂട്ട് n ഇൻറ്റു റൂട്ട് n. ദാറ്റ് ഇസ് എ ഇൻറ്റു ബി ഇസ് ഗ്രേറ്റർ ദാൻ n. എ ഇൻറ്റു ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ കേസേ വരുന്നില്ല അല്ലേ? ഗ്രേറ്റർ ദാൻ n എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈക്വൽ ആവില്ല. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ കിട്ടി. അപ്പോൾ ഇത് ഫോൾസ് ആണെങ്കിൽ n നോട്ട് ഈക്വൽ ടു എ ബി. അപ്പോൾ നേരെ തിരിച്ച് പറയുകയാണെങ്കിൽ n ഈക്വൽ ടു എ ബി ഇംപ്ലൈസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. പി ഇംപ്ലൈസ് ക്യൂ ആണ്. ഇനി അടുത്തൊരു കേസ് വാക്വസ് പ്രൂഫ്. വാക്വസ് പ്രൂഫ് ഓഫ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് യൂസസ് ദ ഫാക്ട് ദാറ്റ് പി ഇസ് ഫോൾസ്. അതായത് നിങ്ങൾ ട്രൂത്ത് ടേബിൾ ഒന്ന് നോക്കിയാൽ പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ ട്രൂത്ത് ടേബിൾ ക്യൂ ഏത് വാല്യൂ എടുത്താലും പി ഫോൾസ് ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും അല്ലേ? പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പി എന്ന് പറയുന്നത് ഫോൾസ് ആണ് എങ്കിൽ ക്യൂ ട്രൂ ആണെങ്കിലും ശരി ഫോൾസ് ആണെങ്കിലും ശരി ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്ന് കാണിക്കാൻ വേണ്ടി വാക്വസ് പ്രൂഫ് എന്ന് പറയുന്നത് ഇത് ഫോൾസ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുക. അതിനെയാണ് നമ്മൾ വാക്വസ് പ്രൂഫ് എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം, വാക്വസ് പ്രൂഫ് എന്ന് പറഞ്ഞാൽ യൂസസ് ദ ഫാക്ട് ദാറ്റ് പി ഇംപ്ലൈസ് ക്യൂ ഇസ് ഓൾവേസ് ട്രൂ ഇഫ് പി ഇസ് ഫോൾസ്. പി ഫോൾസ് ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ട്രൂ ആയിരിക്കും. ക്യൂ എന്ത് വാല്യൂ ആണെങ്കിലും ശരി, നിങ്ങൾ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മതി. ഇത് ഫോൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ഇത് ഫോൾസും ഇത് ട്രൂ. അപ്പോൾ ക്യൂവിന് ആകെ എടുക്കാൻ പറ്റുന്നത് ഒരു ട്രൂവും ഒരു ഫോൾസും ഉള്ളൂ. രണ്ടിൽ ഏത് വാല്യൂ എടുത്താലും ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കാണിക്കാൻ വാക്വസ് പ്രൂഫിൽ നമ്മൾ ചെയ്യുന്നത് പി ഫോൾസ് ആണ് എന്ന് കാണിക്കും. ദാറ്റ് മീൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. ഫോർ എക്സാമ്പിൾ, ഷോ ദാറ്റ് ദ പ്രൊപ്പോസിഷൻ പി ഓഫ് 0 ഇസ് ട്രൂ വേർ പി ഓഫ് n ഇസ് if n greater than 1 then n square greater than n and the domain consists of all integers. ഇതാണ് ക്വസ്റ്റ്യന്. പ്രൊപ്പോസിഷൻ പി ഓഫ് 0 ഇസ് ട്രൂ വേർ പി ഓഫ് n എന്ന് പറഞ്ഞാൽ if n greater than 1 then n square greater than. ഇപ്പോൾ പി ഓഫ് 0 എന്താ? പി ഓഫ് n എന്ന് പറഞ്ഞാൽ n ഉള്ളിടത്തെല്ലാം പി ഓഫ് 0 വരുമ്പോൾ 0 ഇടുക. if 0 greater than 1 then 0 square greater than 0 അല്ലേ? if 0 greater than 1, അതായത് ഹൈപ്പോത്തിസിസ് 0 greater than 1 ശരിയാണ് എങ്കിൽ ഇത് ശരിയാണോ എന്ന് കാണിക്കണം. ഇത് ശരിയാണോ? 0 greater than 1 ആണോ? അല്ല, ഹൈപ്പോത്തിസിസ് ഫോൾസാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് പി ഇംപ്ലൈസ് ക്യൂവിൽ പി ഫോൾസ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് കാണിക്കാം? ട്രൂ ആണ് എന്ന് പറയാം. ഹെൻസ് പി ഓഫ് 0 ഇസ് ട്രൂ ഫോർ വാക്വസ് പ്രൂഫ്. ഇനി ഇതേപോലെ തന്നെ ട്രിവിയൽ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ദാറ്റ് യൂസസ് ദ ഫാക്ട് ദാറ്റ് ക്യൂ ഇസ് ട്രൂ ഇസ് കോൾഡ് ട്രിവിയൽ പ്രൂഫ്. അതായത് പി ഫോൾസ് ആണെങ്കിലും ട്രൂ ആണെങ്കിലും ക്യൂ ട്രൂ ആയി കിട്ടിയാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് പി ഇംപ്ലൈസ് ക്യൂവിൽ ക്യൂ ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റിന് ട്രൂ ആണ്. ഇതും ട്രൂത്ത് ടേബിൾ നോക്കിയാൽ മതി. ഒന്നുകൂടെ പറയാം, എപ്പോഴൊക്കെ പി ഫോൾസ് ആണോ അപ്പോഴെല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അതേപോലെ തന്നെ എപ്പോഴൊക്കെ ക്യൂ ട്രൂ ആണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് കാണിക്കാൻ നമുക്ക് എപ്പോഴും ക്യൂ ട്രൂ ആണ് എന്ന് കാണിച്ചാൽ മതി. ഇതിനെയാണ് നമ്മൾ ട്രിവിയൽ പ്രൂഫ് എന്ന് പറയുന്നത്. പി വെച്ച് പറയുന്നതിന് വാക്വസ് പ്രൂഫും ക്യൂ വെച്ച് പറയുന്നത് ട്രിവിയൽ പ്രൂഫും. പി ഫോൾസ് ആകുമ്പം വാക്വസ് പ്രൂഫ് വരും, ക്യൂ ട്രൂ ആണെങ്കിൽ ട്രിവിയൽ പ്രൂഫ് വരും. For example, let P of n be if a and b are positive integers with a greater than or equal to b, then a raised to n greater than or equal to b raised to n. An example നോക്കാം. Where the domain consists of all integers, show that P of 0 is true.
നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് പി ഓഫ് 0 പറയുകയാണെങ്കിൽ എ ആൻഡ് ബി ആർ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വിത്ത് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, ദെൻ എ റേസ് ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു 0. അതായത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി, എ റേസ് ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു 0. ഇതാണ് ട്രൂ ആണെന്ന് കാണിക്കേണ്ട സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊന്ന് നോക്കിയേ, എ റേസ് ടു 0 എന്ന് പറയുന്ന 1, ബി റേസ് ടു 0 എന്ന് പറയുന്നത് 1. അപ്പോൾ എ റേസ് ടു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി റേസ് ടു 0 ശരിയാണല്ലോ. അതായത് എയും ബിയും എന്തൊക്കെ വാല്യൂ ആണെങ്കിലും ശരി, ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് എന്ന് നമുക്ക് കിട്ടി. അതായത് ക്യൂ ഇസ് ഓൾവേസ് ട്രൂ. ക്യൂ ഓൾവേസ് ട്രൂ ആണ് എങ്കിൽ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കും. ഇതാണ് നമ്മുടെ ട്രിവിയൽ പ്രൂഫ്.